ഹലോ, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം നമ്മൾ ഈ രാവിലെയൊക്കെ ഉറക്കം എഴുന്നേൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, അത് പ്രത്യേകിച്ചും ഈ പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നു. കിടന്നതിന് ശേഷം നമ്മൾ ആ ഉറക്കമൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ചാടി എഴുന്നേൽക്കുന്നു. ഇത് കണക്ക് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ശേഷം നമ്മൾ ഇത് കണക്ക് ഒരു കോട്ടുകയൊക്കെ വിട്ടിട്ട് എഴുന്നേറ്റങ്ങ് പോകും. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ആ ഒരു ശീലം നിങ്ങൾ മാറ്റി വെക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോഡിയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ അതുമൂലം നമുക്ക് ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു എനർജി ഒന്നും നമുക്ക് കാണില്ല. പക്ഷെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ബെഡിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ പതുക്കെ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റിരിക്കുക ബെഡിൽ. ഓക്കെ, നിങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പോകരുത്, വെറുതെ അങ്ങനെ ചെയ്യരുത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഇതേ കണക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വ്യായാമങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു 50-55 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യായാമങ്ങൾ നിങ്ങളെ വളരെയേറെ സഹായിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ശരീരത്തിലെ ഒരു എനർജി ഒക്കെ നിലനിർത്താനും അത് കണക്ക് തന്നെ ഈ ശരീരത്തിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ വ്യായാമങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾ നാളെ തൊട്ട് എന്തായാലും ഇത് ഫോളോ ചെയ്ത് നോക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വ്യായാമത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബെഡിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കുന്നു. അതിനുശേഷം ഇതേപോലെ എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ കാലുകൾ അതിനകത്ത് നല്ല രീതിയിൽ താഴെ ഒന്ന് കുത്തി നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക. നട്ടെല്ലൊക്കെ നിവർത്തി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്ത് ഭാഗം ഇതേ കണക്ക് ഒന്ന് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ മുകളിലോട്ടൊന്ന് നോക്കാം. ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഒന്ന് താപ്പോട്ട് ഇതേ കണക്ക് കൊണ്ടുവരാം. 1, ഇതേപോലെ 2, 3, 4, 5. ഒരു 5 വട്ടം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. നമ്മുടെ കഴുത്ത് ഭാഗമൊക്കെ ഒന്ന് സ്ട്രോങ് ആവട്ടെ. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സൈഡിലോട്ടൊന്ന് 1 ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇതേ കണക്കൊന്ന് കൊണ്ടുവന്ന് ഒന്ന് ഹോൾഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ആവുക. 2, 3, 4, 5, 6. മനസ്സിലായല്ലോ? ഇതേ കണക്ക് നിങ്ങളൊന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് നിങ്ങളുടെ 2 കൈകൾ ഇതേ കണക്കൊന്ന് വിരിച്ചു പിടിക്കുക. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഇതേ കണക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. വീണ്ടും തിരിച്ച് 1, 2, 3, 4, 5. 5 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പതുക്കെ ഇതേപോലെ നിങ്ങളുടെ കൈകൾ മുകളിലോട്ടൊന്ന് ഉയർത്തുക. 1, കണ്ടില്ലേ, സാവധാനം താഴോട്ട് വരിക. 2, 3, 4, 5. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്കൊന്ന് പിടിക്കുക. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ പിടിച്ചുകൊണ്ട് കൈ മുകളിലോട്ടൊന്ന് ഉയർത്തുക. ഇതേ കണക്ക് അപ്പ്. കണ്ടല്ലോ? സാവധാനം താഴോട്ട് വരും. 2, 3, 4. വെരി ഗുഡ്. ഇതേപോലെ
കൈകൾ സാവധാനം മുകളിലോട്ട് ഉയർത്തുക. നല്ലൊരു സ്ട്രെച്ച് കിട്ടും ബോഡിക്ക്. ഓക്കെ, ഇതേ കണക്ക് ഒരു 5 വട്ടം ചെയ്യുക. അതിനുശേഷം കൈകൾ ഇതേ കണക്ക് തന്നെ പിടിച്ചിട്ട് സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യുക. 1, ഹോൾഡ്, സാവധാനം അടുത്ത സൈഡിലോട്ട്, ഹോൾഡ്. 2, അടുത്ത സൈഡിലോട്ട്. 3, 4, 5, 6. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ കാലിന്റെ വിരൽ ഇതെനക്ക് താഴെ കുത്തിക്കൊണ്ട് മുകളിലോട്ട് കണക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. 5 വട്ടം, വെറും 5 വട്ടം. ഓക്കെ, അതിനുശേഷം കാൽ ഓരോന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തുക. 1, 2, 3, 4, 5, 6. ഇതേ കണക്കൊന്ന് ചെയ്തു കൊടുക്കുക. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ 2 കൈകളും ഇത് കണക്കൊന്ന് ബാക്കിലോട്ട് കൊണ്ടുപോവുക. കണ്ടല്ലോ, ബാക്കിലോട്ട് കൊണ്ടുപോയതിനു ശേഷം ഇതേ കണക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. മുകളിലോട്ട് നോക്കുക. ഇതേ കണക്കൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. ഇനി നിങ്ങൾ എഴുന്നേറ്റിട്ട് ധൈര്യമായിട്ട് നടന്നോളൂ. നിങ്ങളുടെ കംപ്ലീറ്റ് ജോയിൻസും ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ധൈര്യത്തിൽ എഴുന്നേറ്റ് പോവാം. നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാം. നിങ്ങൾക്ക് തല കറങ്ങി വീഴുമെന്നോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ഈ പ്രായമുള്ളവരൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് തല കറങ്ങിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ഫ്ലോ ഒന്നും കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നാളെ മുതൽ നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കൂ. എന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു.